രണ്ടുപേരും കൂടിയിട്ടിരുന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റാത്ത അമ്പലമുണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആ മല കയറി ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ അത്. ഒരു വലിയ ബിൽഡിങ് കണ്ടത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ്. അവിടെ ചെറിയ പൂക്കളും ഭയങ്കര നല്ല സൗണ്ടാട്ടോ ഇവിടുന്ന്. പ്രകൃതിയിലെ സൗണ്ട് നല്ല കേട്ട് നോക്കി. കയറി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായയൊക്കെ പോയി കുടിച്ചിട്ട് നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും ഇതേ ഒരു ഉല്ലാസയാത്രയുടെ ഒരു ബസ് വന്നത്. നല്ല ഫുൾ പാട്ടൊക്കെ വെച്ചിട്ട് കിടന്ന യാത്ര ആട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ മൂന്നാറിന്ന് ഇറങ്ങാണ്. മൂന്നാർ നമ്മുടെ ഉദുമൽപേട്ടയ്ക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ നേരത്തെ എടുക്കുമെന്ന് വിചാരിച്ച് 10 മണിക്കൊരു ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡിനറി അവർ ബസ് സൈഡിലൂടെ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയത്. ഇനിയും വൈകി അങ്ങോട്ടേക്ക് 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. ഈ കാണുന്ന മൂന്നാർ ടൗണാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, എനിക്കൊന്ന് സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കും. നല്ല പീസ്ഫുള്ളാണ്. നമ്മൾ ഈ മൂന്നാർ ടു തമിഴ്നാട്ടിലേക്ക് പോണ വഴി ഫുള്ള് ഇതുപോലെ തന്നെ തേയിലത്തോട്ടം തന്നെയാണ്. അപ്പോൾ നല്ല രസമാണ് ഈ പച്ചപ്പ്. അതിനിടെ കൂടെ KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ഇങ്ങനെ യാത്ര, നല്ല തണുപ്പ്. പിന്നെ സൈഡിലുണ്ട് ഇതുപോലത്തെ കുറേ കടകളൊക്കെ ഉണ്ട്, അങ്ങനെ പുകയൊക്കെ പോകണം. ചോളം തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഇവിടെ ഫുൾ ഏകദേശം കടകളൊക്കെ ഇങ്ങനെ ചോളം ചൂടാക്കി കൊടുക്കുന്ന സെറ്റപ്പാണ് ഇവിടെ. ഇങ്ങോട്ടുള്ള റോഡിനൊക്കെ വീതി കുറവ് തന്നെയാണ് കേട്ടോ. 2 KSRTC വന്നു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങും. ഇതുണ്ടോ, ഒരു കാറും KSRTC ആയപ്പോഴേക്ക് തന്നെ ഇങ്ങനെ വളഞ്ഞ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കില്ല, ആ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ ഇവിടെയൊക്കെ സൈഡിൽ ഇങ്ങനെ കുറേ വണ്ടികളിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റോഡിന് വീതിയില്ല. അപ്പോൾ അതിനിടെ കൂടെ ഇവരിങ്ങനെ നിർത്തിയിടും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ബ്ലോക്കാണ്. കുറേ വണ്ടികളിങ്ങനെ നിർത്തിയിട്ടുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. 2 ബസ്സൊക്കെ വരുമ്പോഴാണ് മിക്കവാറും പെട്ടു പോകുന്നത്. മുഴുവൻ ബ്ലോക്കാണ്. നീ പോയിട്ട് മുന്നിൽ പോയിട്ട് അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവരോടും പറ ചെല്ലു നീ എവിടെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു അക്വേറിയം ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ബയറിട്ടിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് ചോദിക്കുകയാണ് അതിനിടയ്ക്ക് എന്നോട്, അതിൻ്റെ അകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. മീനുകളെ നീന്തി കളിക്കുന്നത് കണ്ടിട്ട് ഇവള് ചോദിക്കുന്നൊരു ചോദ്യം, ഷോക്ക് അടിക്കും, നിങ്ങൾ പറയണം. ഇതുണ്ടോ ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ ഇങ്ങനെയായി ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫുള്ളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നോക്കിയാൽ മലേൻ്റെ അങ്ങോട്ടേക്കൊക്കെ എല്ലാം ബ്ലോക്കാണ്. അത് വീണോ? റേഷൻ കടയാണോ അത്? റേഷൻ കടയായിരുന്നു. സൂര്യകാന്തിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥലം. ഹോസ്പിറ്റലാണ് ഇവിടെ. മൂന്നാറിൽ പോയി ഹോസ്പിറ്റലാണ്.
റോഡിന് വീതി കുറവ് കാരണം കൊണ്ട് ഇങ്ങനെ കയറ്റം കയറി വരുന്ന ബസ്സുകൾക്കൊക്കെ ഇങ്ങനെ നിർത്തി കൊടുത്തേക്കാണ് നിങ്ങളുടെ ഡ്രൈവർ. ഒരു കിഡിലും വ്യൂ കണ്ടോ, അവിടെ റോഡുണ്ട്, അത് വഴി വേണം ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാൻ. നല്ല ഒടുക്കത്തെ വ്യൂ ആട്ടോ ഇത്, നല്ല രസമാണ്. പക്ഷേ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. ഇവിടെ ഇപ്പോൾ ഒരാളിതേ പാലത്തിൻ്റെ സൈഡിൽ തന്നെ വണ്ടി നിർത്തിയേക്കാണ്. അല്ലെങ്കിൽ റോഡിനൊന്നും വീതിയില്ല, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വണ്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇവിടുത്തെ ഓരോ ഇങ്ങനെ വ്യൂ പോയിന്റുകൾ ഉണ്ടാവില്ല, അവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ ഫുള്ളിങ്ങനെ വണ്ടിയായിരിക്കും. ഇവിടെ ഇതിപ്പോൾ ലക്കം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അവിടുത്തെ തിരക്കാരനാണ് അത് അവിടെ അങ്ങനെ ഇത്ര ബ്ലോക്കായത്. നമ്മളിപ്പോൾ അങ്ങനെ എത്തിക്കുന്ന മറയൂർ ചന്ദനമരങ്ങളുടെ തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇത് രണ്ട് സൈഡിലും ഫുള്ള് കാണുന്നത് ചന്ദനമരങ്ങൾ കേട്ടോ. മറയൂർ ചന്ദന തൈകൾ വിൽപ്പനയ്ക്ക്, തൈകളൊക്കെ ഇവിടെ വിൽപ്പന കൊടുക്കുന്നു. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് മറയൂർ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നല്ല വിശപ്പം തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടായിട്ട് എത്തേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ ലേറ്റായതുകൊണ്ട് നല്ല വിശപ്പ് തുടങ്ങി. ஒரு மணி நேரம் லேட் ஆச்சு, பாத்ரூம் போறேன் கக்கூஸ் போறேன் உட்காரேங்க வண்டி 1 மணி நேரம் லேட்டுன்னு தெரியும், பிறகு கக்கூஸ் போறேன். ഞങ്ങളങ്ങനെ ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അപ്പോൾ അതുവഴിയാണ് ഇനി ഇപ്പോൾ അടുത്ത യാത്ര. ശരിക്കും ഈ റൂട്ട് ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നല്ല കാഴ്ചകൾ, അങ്ങോട്ടേക്ക് നല്ല വലിയ എൻ്റെ പൊന്നെ. ഇപ്പോൾ ബൈക്കുകാരൻ വന്നിപ്പോൾ ഇടിച്ചാണ്, ബസ്സുകാരൻ ഓണൊക്കെ ഇടിച്ചാണ് വരണത്, പക്ഷേ ഇയാൾ എന്നിട്ടും റോങ് ഏരിയ വരുന്നുണ്ട്. മുരിങ്ങാക്കോട് പോയിട്ട് എന്തോ പൈസ മറയൂർ കഴിഞ്ഞപ്പോഴുള്ള കേരള പോലീസിൻ്റെ കേരള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് വിടും. എനിക്ക് തോന്നുന്നു ചന്ദനമൊക്കെ കുറേ കടത്തുണ്ടാവും, അതിൻ്റെ പേരായിരിക്കും. പിന്നെ അവിടെയൊക്കെ കുറേ ചന്ദനം ഇങ്ങനെ മുറിച്ച് കത്തിച്ചൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്ന് വെട്ടി കൊണ്ടുപോയതാണെന്നൊക്കെ ദൈവത്തിനറിയാം. ചിന്നാർ വൈൽഡ് ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തത് ആനമലൈ ടൈഗർ റിസർവ്. ഇപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ബസ്സിനല്ലാതെ വണ്ടി എടുത്താൽ വരികയെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി എല്ലാം കണ്ടു പോകാനൊരു ഇതുണ്ടാവും. പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ റൂട്ടിലെ വലിയൊരു ഹെയർ പിൻ ആട്ടോ ഇത്. ബസ് ഒടിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓ ഇതേ തറ്റത്തോടെ എടുക്കണ്ട, പക്ഷെ ഇത് ഒറ്റയടിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നടക്കും.
ഈ റോഡ് നല്ല എഡ്ജുള്ളതുകൊണ്ട് ഈ കാറുകാർക്ക് പോകാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മുടെ മുന്നിലുള്ള കാറുകാരെ മെല്ലെ മെല്ലെ പോകണ വേണ്ട. പക്ഷെ ബസ്സുകാരന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അയാളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ തെങ്ങ് കൃഷിയാണ് കേട്ടോ. ഇത് എത്ര ഏക്കർ കണക്കിനാണെന്നറിയത്. എനിക്കൊന്ന് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കരിക്ക് അങ്ങോട്ടേക്ക് നമ്മളുടെ കേരളത്തിലോട്ട് കടത്തുന്നത് ഇവർ. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ രസമില്ലാത്ത കരിക്കാണ് ഇവിടുന്ന് വരുന്നത്. നമ്മുടെ നാട്ടിലെ കരിക്കിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഇതിന് കിട്ടൂല. തമിഴ്നാട്ടിൽ എത്തിയപ്പോഴേ ഇത് ദൂരെ ഇതുണ്ട്, കാറ്റാടി യന്ത്രമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങ് ദൂരെ കുറേ ഉണ്ട് കേട്ടോ. മൂന്നാർ മറയൂർ വഴി വരുമ്പോൾ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ടൗണാണ് കേട്ടോ ഉദുമൽപേട്ട്. ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ സ്റ്റാൻഡിലോട്ടേക്ക് ബസ് പോകണമായിരിക്കും. അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ ഉദുമൽപേട്ട നേരെ കോയമ്പത്തൂരേക്ക്. നമ്മളങ്ങനെ ഉദുമൽപേട്ട സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. നിങ്ങളൊരു യാത്ര എങ്ങനെ? നല്ല യാത്രയുണ്ട്. എത്ര മണിക്ക് നമ്മൾ ഇറങ്ങിയാണ്? 10:30 ഇറങ്ങി. ഇപ്പോൾ സമയത്ത് അടുത്ത് ബാക്കി വർക്ക് 3 മണി. 1 മണിക്കൂർ ബ്ലോക്കിലൊക്കെ പെട്ടെന്ന് എല്ലാം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ലൊരു ഹോട്ടൽ വെക്കണം. ഫുള്ള് വെജിറ്റേറിയൻ മാത്രം മതി. ഉദുമൽപേട്ടയിൽ നിന്ന് കോയമ്പത്തൂർ ബസ്സിലേക്ക് നമ്മളിപ്പോൾ കയറിയേക്കുന്നത് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബസ്. പക്ഷേ അത്ര ലോക്കൽ ബസ് നല്ല സീറ്റിംഗ് ഒക്കെ നല്ല രസമുള്ള സീറ്റാണ്. പിന്നെ യാത്ര നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവരുടെ മറ്റത്തപ്പോൾ തമിഴ്നാടിൻ്റെ പഴയ പാട്ടൊക്കെ വെച്ചിട്ട് ബസ്സിന് രസമുണ്ട് യാത്ര ചെയ്യാൻ. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടി യന്ത്രത്തിലാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ 2 സ്ഥലത്തുണ്ട് കാറ്റാടി, പാലക്കാടും പിന്നെ ഇടുക്കി രാമക്കമേടും പാലക്കാട് കഞ്ചിക്കോടുമായിട്ട് 2 സ്ഥലങ്ങളിലാണ് ഇതുള്ളത്. ഗൈസ് നമ്മളങ്ങനെ പൊള്ളാച്ചിയിലെത്തിയിട്ടുണ്ട്. സിനിമയിലൊക്കെ കുറേ കേട്ടേ ഉള്ളൂ പൊള്ളാച്ചി എന്നൊക്കെ. പക്ഷെ ആദ്യമായിട്ട് ഇവിടെ എത്തിയേക്കണം. കൊള്ളാം. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ ടൗണിൽ ഒരു തടാകമാണ് കാണുന്നത്, കുറിച്ചിയിലേക്ക് അങ്ങനെ തുടങ്ങിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ന്യൂ ബസ് സ്റ്റാൻഡിലേക്കാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത ബസ്. ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാനായിരുന്നു, ഷോപ്പിംഗ് കുറച്ച് ചെയ്തിട്ട് സ്റ്റേ ചെയ്യാനായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്ലാനിങ് മാറ്റി. നാളെ രാവിലെ ഞങ്ങൾക്ക് ഊട്ടിയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നേരെ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം പോയിട്ട് അവിടെ നിന്ന് ഊട്ടിക്ക്, മേട്ടുപ്പാളയം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ന്യൂ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്നാണ് മേട്ടുപ്പാളത്തേക്ക് ബസ്സുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഫുള്ള് ബസ്. ഇപ്പം നമ്മളിവിടുന്ന് മേട്ടുപ്പാളത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആ ഊട്ടി ബസ്സുണ്ട്, എല്ലാവരും അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഫുള്ള് കൊതുക്. അവിടെ ഇത്രയും കൊതുകുള്ളൊരു സ്ഥലം പറയുന്നുണ്ട്. എല്ലാവരും കൈ കൊണ്ട് അവരെടുത്തിട്ട് ഇങ്ങനെ വീശുന്നുണ്ട്. ഫുള്ള് കൊതുക്. എങ്ങനെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിനെ കുറിച്ചൊന്നും അഭിപ്രായം? കൊതുക് കാരണം 2 പേരും കൂടിയിട്ടിരുന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും.
നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും പുതിയ ഡാൻസ് ഒക്കെ പഠിച്ചു പോലെ, പക്ഷെ അതല്ല. കാണിച്ചു ഞാൻ. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തോട്ടേക്ക് വന്നു. അവിടെ പെട്ടെന്ന് കൊണ്ട് നിൽക്കാൻ പറ്റാം. അവിടെ ബസ്സിൻ്റെ വന്നിട്ട് പേര് അനുഭവിച്ചില്ലാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം കാത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബസ് വന്നിരുന്നത്. ബസ്സിലേക്ക് കയറി ആദ്യം അവർക്ക് സീറ്റ് കിട്ടി. ഉണ്ണിക്കും ആളുവിനും നേരത്തെ സീറ്റ് കിട്ടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കിട്ടി. അവിടെ നിന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. രാവിലെ ഇറങ്ങിയോണ്ട് നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേട്ടുപ്പാളയം എത്തിയപ്പോഴാണ് പിന്നെ എണീറ്റത്. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങി, അവരിറങ്ങി വരണ്ട എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ റൂം ഞങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയിട്ടുണ്ട്. ഇവരിവിടെ നേരത്തെ റെയിൽവേയിൽ ഇവിടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഹോൾഡ് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ചെറിയ 2 റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. എന്നിട്ട് ഞങ്ങൾ നാളെ രാവിലെ ആയിരിക്കും ഇവിടുന്ന് ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറിയിട്ട് നേരെ ഊട്ടിയിലേക്കുള്ള യാത്രയാണ് നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ ഇവിടുത്തെ ഒരു നീൽഗിരി മൗണ്ടൻ റെയിൽവേ, അതിൻ്റെ ഒരു മ്യൂസിയമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് കയറി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നേരെ കിടന്നുറങ്ങും. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.